ബിഗ് ബോസ് സീസൺ 7 മലയാളം. അങ്ങനെ ഇന്ന് രാവിലെ അനീഷ് അനുമോളിനോട് സംസാരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ അനുമോൾ മാറിയിരിക്കുന്നു, ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന കാണുമ്പോൾ അനീഷിന് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതായത് അനുമോളിനോട് അനീഷ് സംസാരിക്കുന്ന ആ ഒരു രീതിയും കരുതലും ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമാവുന്നുണ്ട്. അത് ഭയങ്കര കാര്യമാണ് കേട്ടോ. ഈ അനീഷിന് അനുമോളിനോട് എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നാലും പക്ഷേ ആ ഒരു കരുതൽ എപ്പോഴും ഉണ്ടെന്നാണ് എനിക്കിപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അനുമോളിനോട് പറയുകയാണ്, ഇങ്ങനെ അനുമോൾ എന്താണ് ഇങ്ങനെ ഡ്യൂട്ടീസിൽ നിന്ന് മാറി നിൽക്കരുത്, പണ്ടത്തെ പോലെ എല്ലാവരോടും ഇടപഴകി ഡ്യൂട്ടീസൊക്കെ ചെയ്യണമെന്നുള്ള രീതിക്ക് അനുമോളിനോട് അനീഷ് നല്ല സ്നേഹത്തോടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അനുമോളിൻ്റെ വിഷമങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അത് സാരമില്ല, നമുക്ക് അത് വീടാകുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ സംഭവിക്കും, അതൊക്കെ കളഞ്ഞിട്ട് അതിലൂടെ ന്യൂറോയോടൊക്കെ പോയി സംസാരിക്കണം. അപ്പോൾ അങ്ങനെ അനുമോളിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് വരാതിരിക്കാൻ വേണ്ടി ആ തെറ്റൊക്കെ മാറ്റി നിർത്തി. അതായത് ആദിലയും നൂറയും പോലെ അല്ല അനീഷ് ഈ കാണിക്കുന്നത്. അത് മനസ്സിലാക്കണം പ്രേക്ഷകർ. എൻ്റെ പേഴ്സണൽ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ പറയുന്നത്. അതായത് ആദിലയും നൂറയും ഇങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അനീഷ് മാറ്റി ഇരുത്തിയിട്ട് അനുമോളിനോടായിട്ട് പറയുകയാണ്, ആദിലയോടും നൂറയോടും പോയി സംസാരിക്കണം, ഇങ്ങനെ മാറിയിരിക്കരുത് എന്ന് നല്ല കരുതലോട് സംസാരിക്കുന്നത് നമുക്ക് അനീഷിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അനീഷിൽ നിന്ന് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അനുമോളിനോട് സംസാരിക്കുന്നത്. പക്ഷെ നല്ല രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അനീഷ്. അതായിരുന്നു ഇന്ന് അനീഷിൽ എനിക്ക് കാണാൻ കഴിഞ്ഞൊരു പ്ലസ് പോയിൻറ്റ്സ്. Thank you.